നടന്ന് ഫാത്തിമ ബീവി ഇങ്ങനെ നോക്കുവാണ്. ആളെ മനസ്സിലായില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന് ഫാത്തിമ ബീവിയുടെ വീടിന്റെ അടുത്തെത്തി. സ്നേഹത്തോടെയുള്ള വിളി, ഫാത്തിമ മോളെ, ഫാത്തിമ. ഫാത്തിമ ബീവി വാതിൽ തുറന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് കയറി. ഫാത്തിമ ബീവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫാത്തിമ ബീവി വളരെ ഗദ്ഗദത്തോടെ പറഞ്ഞു, നബിയെ, ഉപ്പ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. അപ്പോൾ തിരുനബി തന്റെ കുപ്പായം പൊന്തിച്ചു നോക്കി. ഫാത്തിമ ബീവിക്ക് അതിശയം. എന്താന്നറിയോ? തിരുനബി വിശപ്പ് കൊണ്ട് വയറ്റത്ത് കല്ല് കെട്ടി വെച്ചിരിക്കുന്നു. അതല്ല, അതിലേറെ വിഷമം, തൊട്ടടുത്ത് 2 റോസാ പുഷ്പങ്ങളെ പോലെ ഹസൈനും ഹുസൈനും വിശന്ന് കരയുകയാണ്. ഉമ്മീ, ഉമ്മീ. ഇത് കണ്ടപ്പോ തിരുനബിക്ക് സഹിക്കാനായില്ല. തിരുനബി ഒന്നും പറയാതെ നേരെ തെരുവിലേക്ക് ഇറങ്ങി. നടന്ന് ഏതാണ്ട് മദീനയുടെ അതിർത്തിയെത്തിക്കാണോ, അതാ ഒരു അറാബി തന്റെ ഈത്തപ്പനത്തോട്ടം നനക്കുകയാണല്ലോ. തിരുനബി വളരെ താഴ്മയോടെ ചോദിച്ചു, അറാബി, ഞാൻ നിങ്ങളോട് തോട്ടം നനക്കാൻ കൂടട്ടെ? അപ്പോൾ അറാബി പറഞ്ഞു, ആ ശരി, 1 ബക്കറ്റ് നനച്ചാൽ 3 കാരക്ക തരാം. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വള്ളം കോരുകയാണ്. 1 ബക്കറ്റല്ല, 8 ബക്കറ്റ്. 9ാമത്തെ ബക്കറ്റ് കോരുമ്പോഴാണ് അത് സംഭവിച്ചത്. കയറ് പൊട്ടി ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. മുഖത്ത് ശക്തമായ ഇരടി. അതും തിരുനബിയുടെ താമരപ്പൂലുള്ള കവിളത്തിൽ. തിരുനബിക്ക് സഹിക്കാനായില്ല. വിശപ്പും വേദനയും. തിരുനബി കിട്ടിയ കാരക്കയുമായി ഒന്നും പറയാതെ നേരെ വീട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോ അറാബിക്കൊരു സംശയം, ഞാൻ അടിച്ചത് പ്രവാചകനെ ആയിരിക്കുമോ? അറാബിയുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് പിടഞ്ഞു. അറാബി കുറ്റബോധത്താൽ തന്റെ വാളെടുത്ത് കൈ ഛേദിച്ചു. അങ്ങനെ അറാബി ബോധരഹിതനായി കുഞ്ഞാടി. അതാ ഒരു യാത്രാസംഘം വരുന്നുണ്ടല്ലോ. അങ്ങനെ യാത്രാസംഘം ഈ അറാബിയെ കാണുന്നു. യാത്രാസംഘത്തിന്റെ തലവൻ തന്റെ അടുക്കലുള്ള വെള്ളമൊഴിച്ച് അറാബിയുടെ മുഖത്തേക്ക് തളിച്ചു. പതിയെ കണ്ണു തുറന്നു. അപ്പോൾ യാത്രാസംഘം ചോദിച്ചു, എന്ത് പറ്റി? കൈയാകെ മുറിഞ്ഞിരിക്കുന്നല്ലോ. അറാബി ഉണ്ടായ സംഭവങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ഞാൻ അടിച്ചതിൽ പ്രവാചകനെ ആയിരിക്കുമോ? അങ്ങനെ അറാബി ചോദിച്ചു, എനിക്ക് ആ പ്രവാചകന്റെ വീടൊന്ന് കാണിച്ചു തരുമോ? അങ്ങനെ യാത്രാസംഘവും അറാബിയും കൂടി നേരെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ നബി എന്താ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയോ? തിരുനബി തന്റെ മടിയിലിരുത്തി ഹസൈനും ഹുസൈനും ഈത്തപ്പഴം കൊടുക്കുകയാണ്. അങ്ങനെ ഈ സമയത്താണ് അറാബി വീട്ടിലേക്ക് കടന്നു വന്നത്. അങ്ങനെ തിരുനബിക്ക് അതിശയം തോന്നി. അങ്ങനെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അറാബി പറഞ്ഞു, ഉള്ളതെല്ലാം പറഞ്ഞു. നിങ്ങൾ പ്രവാചകനാണെങ്കിൽ എന്റെ കൈ ഒന്ന് ശരിയാക്കി തരുമോ? അങ്ങനെ തിരുനബി തന്റെ ഉമിനീരെടുത്ത് കൈ ശരിയാക്കി കൊടുത്തു. കൂട്ടുകാർ അങ്ങനെ അറാബിക്ക് അതിശയമായി. അറാബി കലിമ മുസ്ലിമായി. കൂട്ടുകാർ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവണേ? ആളരാതെ മറ്റൊരാളെയും ഉപദ്രവിക്കരുത്. വരും ഈന്തപ്പനയുടെ തോട്ടത്തിലേക്ക് നമ്മൾ രാപ്പാർക്കാം, കഥകൾ പറയാം, ശുഭപ്രാപ്തി